ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിനു ശേഷം ബി.ജെ.പി. നേതൃത്വത്തിന് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥയാകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം എൻ.ഡി.എയുടെ 9 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശുപോയത് മാത്രം മിച്ചം. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 ലഭിച്ചാലേ ജാമ്യത്തുക തിരിച്ചുകിട്ടൂ എന്നിരിക്കെ 9 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത് ലക്ഷങ്ങളുടെ നഷ്ടം. 3 മുന്നണികളും ശക്തമായിരുന്ന കണ്ണൂരിൽ ആകെ കിട്ടിയത് 10,63,885 വോട്ടുകളാണ്. അതിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥന് കിട്ടിയത് 1,19,876 വോട്ടുകൾ മാത്രം. അതായത് 9,44,009 വോട്ടുകളുടെ നഷ്ടം. വടകരയിൽ മുന്നണികൾ നേടിയത് 11,90,447 വോട്ടുകളാണ്. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് കിട്ടിയത് വെറും 1,11,979 വോട്ടുകൾ മാത്രം. മലപ്പുറത്ത് മുന്നണികൾക്ക് ആകെ കിട്ടിയത് 10,85,182 വോട്ടുകൾ. ഇവിടെ ബി.ജെ.പിയുടെ അബ്ദുൾ സലാമിന് കിട്ടിയത് ആകെ 85,361 വോട്ടുകൾ. പൊന്നാനിയിൽ ആകെ കിട്ടിയത് 10,26,297 വോട്ടുകളാണ്. ബി.ജെ.പിയുടെ നിവേദിത സുബ്രഹ്മണ്യത്തിന് കിട്ടിയത് 85,361 വോട്ടുകൾ മാത്രം. എറണാകുളത്ത് ആകെ കിട്ടിയത് 9,10,502 വോട്ടുകൾ. ഇതിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന് 1,44,500 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഇടുക്കി മണ്ഡലത്തിൽ ആകെ കിട്ടിയത് 8,40,657 വോട്ടുകൾ. ബി.ജെ.പിയുടെ സംഗീത വിശ്വനാഥിന് കിട്ടിയത് 91,323 വോട്ടുകൾ മാത്രമാണ്. ചാലക്കുടിയിൽ ആകെ 9,51,287 വോട്ടുകൾ ലഭിച്ചെടുത്ത് ബി.ജെ.പിയുടെ കെ ഉണ്ണികൃഷ്ണന് ലഭിച്ചത് 1,06,400 വോട്ടുകൾ മാത്രം. മാവേലിക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടും മുന്നണികൾ ആകെ നേടിയത് 8,94,971 വോട്ടുകൾ മാത്രമാണ്. അതിൽ ബി.ജെ.പിയുടെ ബൈജു കലാശയ്ക്ക് 1,42,984 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും 3 മുന്നണികൾ മത്സരിച്ചെങ്കിലും 10,84,653 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രന് ലഭിച്ചത് ആകെ 1,41,045 വോട്ടുകൾ മാത്രമാണ്. ഈ 9 മണ്ഡലങ്ങളിലും നേതൃത്വത്തിന് ആദ്യമേ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാവാം ശക്തമായ മത്സരത്തിന് പറ്റിയ നേതാക്കളെ ഒന്നും 9 മണ്ഡലങ്ങളിലും ബി.ജെ.പി. കളത്തിൽ ഇറക്കാതിരുന്നത്. കെ സുരേന്ദ്രൻ ഒഴിച്ച് ബാക്കിയല്ല. എന്നാൽ കെ സുരേന്ദ്രന്റെ പരാജയത്തിന് കാരണമായത് ഗണപതി വട്ടത്തിൽ തുടങ്ങിയ പ്രതിഷേധങ്ങളാണ്. ഇത് സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് ഭാവിക്ക് മങ്ങലേൽപ്പിച്ചു. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ മണ്ഡലങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്നതിനാലാണ് ബി.ജെ.പി. നേതൃത്വം ഇവിടങ്ങളിൽ കരുത്തുറ്റ നേതാക്കളെ കളത്തിലിറക്കി കളിച്ചത്. നഷ്ടപ്പെട്ടത് കെട്ടിവെച്ച പണം മാത്രമല്ല, അഭിമാനം കൂടിയായിരുന്നു ബി.ജെ.പിക്ക്.